ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പഴനിക്ക് പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ടോ പഴനിയിലൊന്ന് തൊഴുതിട്ട്. അപ്പോൾ പഴനിയിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പൊള്ളാച്ചി എത്തി. ഞങ്ങൾ പൊള്ളാച്ചി ഫുള്ളും ഈ തെങ്ങിൻ കൃഷിയാണ് കേട്ടോ. മൊത്തം തെങ്ങാണ് കേട്ടോ. അവിടെ കൂടുതലായിട്ട് ഇളനീര്, നമുക്കൊക്കെ വരുന്ന ഇളനീരൊക്കെ ഈ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ഇളനീരാണ് കേട്ടോ. ഇതേപോലെ വലിയ വലിയ തെങ്ങുകളും ചെറിയ ചെറിയ കുട്ടി തെങ്ങുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 2 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എപ്പോഴും വന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ഈ സ്ഥലത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും പഴനിയിൽ പോകുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് നോക്കട്ടെ കേട്ടോ. തക്കാളി, ലെമൺ എന്തൊക്കെയുണ്ട്. എൻ്റെ മുമ്പ് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ കടകളിലാണ് കേട്ടോ കഴിക്കുക. നല്ല ഫുഡായിരിക്കും, ഹോംലി ഫുഡായിരിക്കും. അതേപോലെ ഡെയിലി അവർ ഉണ്ടാക്കിയിട്ട് വരുന്ന ഫുഡാണ്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതേ തക്കാളി സാദം കഴിച്ചു, പിന്നെ മല്ലിസാദം ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്കൊക്കെ കേട് സാദം, അതാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ. 40 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് ഉള്ള ഫുഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പഴനി അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പഴനി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള കുതിരവണ്ടികളൊക്കെ കാണാം കേട്ടോ. ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ഇതുപോലെ ഞങ്ങളെല്ലാവരും വന്ന് ഒരു ദിവസം പഴനിയിൽ തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുതിരവണ്ടിയിലാണ് കേട്ടോ ഞാനും അച്ഛനും ഏട്ടനൊക്കെ ഇരുന്ന് പോയത്. അതിൻ്റെയൊക്കെ ഓർമ്മ. 5 മണിയാകുമ്പോൾ നമ്മളവിടെ മഴയല്ലേ, ആ സമയത്ത് നല്ല കിടന്നോട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ എണീക്കാൻ വൈകുന്നത് പിന്നെ ശരി വൈകുന്നേരം തൊഴാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതേ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് പോവാം. കുട്ടികൾക്കൊക്കെ ട്രെയിന് കയറണം വേണ്ടി. അങ്ങനെ ഏട്ടനയ്ക്ക് ക്യൂ നിൽക്കുകയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അത് AC ഉള്ള ട്രെയിനാണ്. പിന്നെ അതല്ലാതെ 40 റുപ്പീസ് 50 റുപ്പീസ് അവൈലബിൾ ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോണൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പഴനിയിൽ എല്ലാവരും മേളിക്ക് ഫോണൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ബാഗിൽ വെച്ചു. അങ്ങനെ ഞങ്ങളിതേ ട്രെയിനൊക്കെ കയറി പോവാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എന്താ പറയുക പേടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇത് മൂവ് ആകുമ്പോൾ നമുക്ക് ഈ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര പേടി തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ചിരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഉള്ളിലൊരു ഭീതിയാണ്. അത് ഞങ്ങൾ ലാസ്റ്റ് സീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഏട്ടനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ചു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവമാണ്. പഴനി പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം മഴ ചവിട്ടിയിട്ടേ വരുള്ളൂ മുരുക എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളതേ പഴനി എത്തി. ഇനി ദർശനത്തിന് ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം നല്ല തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളതേ തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പോൾ നന്നായി തൊഴാൻ പറ്റിയിട്ടോ. എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതു കേട്ടോ. അവർ പുറത്തൊന്നും പോകാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നന്നായി തൊഴാൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പ്രസാദം വാങ്ങേണ്ടതാണ്. ഇപ്പോൾ പഴനിയിലെ പഞ്ചാമൃതം നമ്മൾ മേടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടുത്തെ അതിരസവും പുളിയോദര, പിന്നെ ലഡ്ഡു, പിന്നെ എന്താ മുറുക്ക്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളിയോദരയും പിന്നെ അതിരസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. ഏതെന്നെ മുരുകൻ്റെ അമ്പലത്തിൽ പോയാലും ഇത്രയും ടേസ്റ്റുള്ള അതിരസവും ഞാൻ കഴിച്ചിട്ടില്ല, പുളിയോദരയും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ എന്തെയും പോലെ ഞങ്ങൾക്ക് ഓരോരോ ഉരുള അവിടെ തന്നെ തന്നു കേട്ടോ. പിന്നെ അതിരസവും ഞങ്ങൾ ഓരോ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അവിടെ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുളിയോദര ഒന്നും കൂടി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ തന്നെ ഒരു പൊതി വീണ്ടും തുറന്ന് ഷെയർ ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ നല്ല വാഴലയിൽ ഇങ്ങനെ ചൂടുള്ള സംഭവം വെച്ചിട്ട് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതും കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തൊഴാൻ ആഗ്രഹിക്കുന്ന ഒരു പഴനിയിൽ ഈ സമയത്തൊക്കെ ഈവനിങ് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ അവിടെ മഴയുള്ള സമയമല്ലേ. അപ്പോൾ മഴയത്ത് രാവിലെയൊക്കെ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഈവനിങ് ടൈമിൽ പോകുന്നതായിരിക്കും കേട്ടോ നന്നായിട്ട് തൊഴാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളൊരു കാപ്പിയും കുടിച്ചു കേട്ടോ. അവിടെ കാപ്പിയും കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ട്രെയിനിൽ പോകേണ്ട റോപ്പിൽ പോകാന്ന് വെച്ചാൽ ട്രെയിനിൽ കുറേ പേര് തിരക്ക് കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മഴ വരുന്നൊരു ലക്ഷണമൊക്കെ കണ്ടപ്പോൾ പറഞ്ഞ ഏട്ടാ റോപ്പിൽ പോവാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ റോപ്പിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു മയിലൊക്കെ ഭംഗിയിൽ അവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഇപ്പോൾ പഴനിയാണ്ടിൻ്റെ അടുത്ത് മയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ നല്ലൊരു ഫീൽ തോന്നി. അപ്പോൾ അതേ റോപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോപ്പിൽ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോപ്പിൽ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ റോപ്പിൽ ഞങ്ങൾ കയറി കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും ആവും കേട്ടോ. പക്ഷേ റോപ്പിൽ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്സ് മതി കേട്ടോ. അത്രയും എന്താ പറയുക, സ്പീഡെന്ന് പറയാനും പറ്റില്ല. അത്ര സ്പീഡായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെയൊന്നും തോന്നില്ല.
പക്ഷേ 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ താഴെ എത്തി കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, ട്രെയിനിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ലത് റോപ്പ് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നടന്നു പോകുന്നതാണ്, അതിനുശേഷം നമുക്ക് റോപ്പിൽ പോകുന്നതാണ് കേട്ടോ. റോപ്പിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ബസ്, മിനി ബസ്, ചെറിയൊരു ബസ്സാണ് അത് വിട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അടുത്ത ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചെരുപ്പ് ഊരിയിട്ട, സ്ലിപ്പർ ഊരിയിട്ട ആ സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോട്ടത്. ഫ്രീ ആണ് കേട്ടോ, ഫ്രീ പാസ്സാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റൊന്നും വേണ്ട. ഇത് നമുക്ക് റോപ്പിൽ കയറുന്നവർക്ക് മാത്രമാണ് യാത്ര ചെയ്യാനുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് പഴനിയിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമ്പലം ചുറ്റും ഇവർ ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ ഓടിക്കും കേട്ടോ. നമ്മൾ എവിടെയാണോ ഇറക്കി വിടേണ്ടത് അവർ ഇറക്കി വിടും. അപ്പോൾ ഇതാണ് അവിടെ പഴനിയിൽ കണ്ടതിലൊരു പുതിയതായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ പഴനിയിൽ ഈ ഒരു വണ്ടിയാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ പഴനിയൊക്കെ തൊഴുതു, എല്ലാവരും പ്രാർത്ഥിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇറങ്ങിയപ്പോഴാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ ഒരുപാട് നേരം നമ്മൾ വൈകിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി 2 മണിയൊക്കെ ആവും വീടെത്തുമ്പോൾ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ഇട്ടിരുന്നത് എല്ലാവർക്കും ബൈ.